ചില മനുഷ്യരുടെ ഹൃദയം അങ്ങനെയാണ്. അവരുടെ ഹൃദയത്തിന് ഷീൽഡ് ഉണ്ട്, ഒരു തരത്തിലുള്ള മറയുണ്ട്. അത് എത്ര കഴുകിയാലും ആ ഹൃദയം ശുദ്ധിയാവില്ല. എന്തൊക്കെ പ്രസംഗങ്ങൾ കേട്ടാലും എന്തൊക്കെ ക്ലാസ്സുകൾ കേട്ടാലും ആ ഹൃദയം അതുപോലെ തന്നെ ഉണ്ടാവും. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ അദീം. ചില മനുഷ്യരുടെ ഹൃദയത്തിന് അല്ലാഹു സീൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണുകൾക്കൊരു മൂടിയുണ്ട്, അവരുടെ കാതുകൾക്കൊരു മൂടിയുണ്ട്. വലഹും അദാബുൻ അദീം, ഭയാനകമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. വലഖദ് ദറഅനാ ലിജഹന്നമ കതീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. ഭീകരമായ നരകത്തിനു വേണ്ടി ചില മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ പടച്ചു വെച്ചിട്ടുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? ലഹും ഖുലൂബ്, അവർക്ക് ഹൃദയങ്ങളുണ്ട്. ലാ യഫ്ഖഹൂന ബിഹാ, ആ ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ അവർ തയ്യാറാവുകയില്ല. മനുഷ്യർ രണ്ട് രീതിയിലാണ് ചിന്തിക്കുക, രണ്ട് രീതിയിലാണ് മനുഷ്യൻ ചിന്തിക്കുക. ഒന്നാമത്തത് അവന്റെ തലച്ചോറ് കൊണ്ടാണ്, രണ്ടാമത്തത് അവന്റെ ഹൃദയം കൊണ്ടാണ്. ഈ രണ്ട് ചിന്തകളും തമ്മിൽ വ്യത്യാസമുണ്ട്. തലച്ചോറ് കൊണ്ടുള്ള ചിന്ത എങ്ങനെയാണ്? ഒരു പാവപ്പെട്ടവനെ കണ്ടാൽ, ഭക്ഷണം കഴിക്കാത്തൊരു മിസ്കീനിനെ കണ്ടാൽ, ഒരു യതീമിനെ കണ്ടാൽ, ഒരു രോഗിയെ കണ്ടാൽ, ഒരു തടവുകാരനെ കണ്ടാൽ, ഒരു അടിമയെ കണ്ടാൽ, ജീവിതത്തിൽ ദുരന്തം ബാധിച്ചൊരു മനുഷ്യനെ കണ്ടാൽ തലച്ചോറിന്റെ ചിന്ത എങ്ങനെയാണ്? തലച്ചോറ് പറഞ്ഞു തരുന്ന രീതി എന്താണ്? ഈ മനുഷ്യർ നിന്റെ ജീവിതവുമായി ബന്ധമില്ലാത്തവരാണ്, അവന്റെ പട്ടിണി നിന്നെ ബാധിക്കാത്തതാണ്. നീ അവനെ സഹായിച്ചാൽ നിനക്കെന്ത് ഗുണമാണുള്ളത്? നിന്റെ സമ്പത്ത് നഷ്ടമാകും, നിന്റെ പോക്കറ്റ് കാലിയാകും, നിന്റെ പണം തീർന്നു പോകും. അതൊരിക്കലും നിനക്ക് റിട്ടേൺ കിട്ടുകയില്ല, ഒരിക്കലും തന്നെ നിനക്ക് തിരിച്ചു കിട്ടുകയില്ല. ആ ദാനം കൊണ്ട് ഒരു ഫായിദയും ഒരു ഉപകാരവും നിനക്ക് ഉണ്ടാവുകയില്ല. ഇത് തലച്ചോറിന്റെ ചിന്തയാണ്. ഇത് തലച്ചോറ് കൊണ്ട് മാത്രം ചിന്തിക്കുന്നവരുടെ ചിന്തയാണെന്നാൽ ഹൃദയത്തിന്റെ ചിന്ത എന്താണ്? പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോ നിനക്കും കുടുംബമുണ്ട്, നിന്നെപ്പോലൊരു കുടുംബം അവനുമുണ്ട്. നിനക്കും വിശക്കും, ആ വിശപ്പ് പോലെ തന്നെയാണ് അവന്റെ വിശപ്പ്. നിന്റെ വേദന പോലെ തന്നെയാണ് അവന്റെ വേദന, നിന്റെ പ്രയാസം പോലെ തന്നെയാണ് അവന്റെ പ്രയാസം. അതുകൊണ്ട് അവന്റെ പ്രയാസത്തെ ദൂരീകരിക്കുക എന്നത്, അവനെ സഹായിക്കുക എന്നത്, അവൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്നത് നിന്റെ മാനുഷികമായ ബാധ്യതയാണെന്ന് ഹൃദയം നമ്മളോട് പറഞ്ഞു തരും. പ്രിയപ്പെട്ടവരെ, ചില ആളുകൾ തലച്ചോറ് കൊണ്ട് മാത്രമേ ചിന്തിക്കുകയുള്ളൂ, ഹൃദയം കൊണ്ട് ചിന്തിക്കുകയില്ല. അത്തരത്തിലുള്ള മനുഷ്യരെ കുറിച്ചാണ് പറഞ്ഞത്, ലഹും ഖുലൂബ്, അവർക്ക് ഹൃദയങ്ങളുണ്ട്. ലാ യഫ്ഖഹൂന ബിഹാ, ആ ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ അവരൊരിക്കലും തയ്യാറാവുകയില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട്. ആ കണ്ണുകളിലൂടെ കാണുന്ന കാഴ്ചകൾ അവരുടെ ഹൃദയത്തിലേക്ക് എത്തുകയില്ല, തലച്ചോറിലേക്ക് മാത്രമേ എത്തുകയുള്ളൂ. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് ചെവികളുണ്ട്. ആ ചെവിയിലൂടെ കേൾക്കുന്ന വിഷയങ്ങൾ ഹൃദയത്തിലേക്ക് എത്തുകയില്ല, തലച്ചോറിലേക്ക് മാത്രമേ എത്തുകയുള്ളൂ. ഉലൈക കൽ അൻആം, അവർ നാൽക്കാലികൾക്ക് സമന്മാരാണ്. ബൽ ഹും അദൽ, അതല്ല, നാൽക്കാലികളെക്കാൾ അധപ്പതിച്ചവരാണ്. ഹൃദയം മൂടി വെച്ച ചില ആളുകളെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഹൃദയത്തിലേക്ക് കടക്കാത്ത മനുഷ്യന്മാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, അവര് നാൽക്കാലികൾക്ക് സമാണ്, അതിനേക്കാൾ അധപ്പതിച്ചവരാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ രണ്ട് ശാപന്തരങ്ങൾ, ഏറ്റവും വലിയ രണ്ട് ശാപങ്ങൾ, ഒന്ന് കരയാത്ത കണ്ണുകളും പിടയാത്ത ഹൃദയങ്ങളുമാണ്. ബഷീർ സ്വലാഹി പറഞ്ഞില്ലേ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം കിടിലം കൊള്ളും, അവരുടെ ഹൃദയം ചഞ്ചലമാകും. അചഞ്ചലമായ ഹൃദയം ശാപമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ശപിക്കപ്പെട്ടവരാണ് അത്തരത്തിൽ ഹൃദയം ലഭിച്ചവർ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ തഖ്ശ വ മിൻ ഐനിൻ ലാ തദ്മ. അല്ലാഹുവേ, പേടിക്കാത്തൊരു ഹൃദയത്തെ തൊട്ടും നിറയാത്ത കരയാത്ത കണ്ണുകളെ തൊട്ടും നീ എന്നെ കാത്തു രക്ഷിക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം. എന്താ കാരണം? കണ്ണ് നിറയാതിരിക്കുക എന്നത് ഹൃദയത്തിന്റെ കാഠിന്യത്തെ അടയാളപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. സുമ്മ
ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ. കല്ലിനേക്കാൾ ഉറച്ചുപോയ, വൈകാരികതകളൊന്നുമില്ലാത്ത, ഒരു തരത്തിലുള്ള ആർദ്രതയുമില്ലാത്ത, വറ്റി വരണ്ടുപോയ ഹൃദയം കൈവരിച്ചുപോയ ചില ആളുകളെ കുറിച്ച് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നുണ്ട്. കാവൽ തേടുക പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള ഹൃദയം നേടിപ്പോകുന്നതിൽ നിന്ന്, അത്തരത്തിലുള്ള ഹൃദയം വന്നുപെടുന്നതിൽ നിന്ന് കാവൽ തേടുക. ആ ഹൃദയം നമുക്കുണ്ടായാൽ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാൻ നമുക്കൊരു മടിയുണ്ടാവില്ല, ഒരു കുഴപ്പവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. ചില തെറ്റുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടാറില്ലേ? ഈ അടുത്ത കാലത്ത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു വാർത്തയാണ് പാലക്കാട് നടന്നൊരു കൊലപാതകം. കള്ളും കുടിച്ച് വീട്ടിലേക്ക് വന്നതാണ്. അമ്മയോട് വെള്ളം എടുത്തു തരാൻ പറഞ്ഞു, ഇല്ലാന്ന് പറഞ്ഞു. കള്ളു കുടിച്ച ദേഷ്യത്തിലാണ് പറഞ്ഞത്. നേരെ അടുക്കളയിലേക്ക് പോയി പച്ചക്കറി മുറിക്കുന്ന കത്തി എടുത്തു വന്നിട്ട് അമ്മയെ തുരുതുരാ വെട്ടി. ഒരു മുസ്ലിം ഫാമിലിയാണ്. വെട്ടി ആ അമ്മ താഴേക്ക് വീണു. രക്തം ശരീരത്തിൽ നിന്ന് വാർന്നൊഴുകി. ആ വീട്ടിൽ രക്തം ഇങ്ങനെ തളം കെട്ടി നിൽക്കാൻ തുടങ്ങി. മോൻ്റെ ഈ വരവും അമ്മയുടെ കരച്ചിലുമെല്ലാം മുറിയിൽ ആക്സിഡൻ്റായി എഴുന്നേൽക്കാൻ പറ്റാത്ത കോലത്തിൽ കിടക്കുന്ന അച്ഛൻ കേട്ടു. അയാൾ ഉറക്ക അയൽവാസികളെ വിളിച്ചു. സ്വന്തം മകൻ്റെ കത്തിപ്രയോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അയൽപക്കക്കാരെ വിളിക്കേണ്ട ഗതികേട് വരുന്ന ഒരു പിതാവിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അത്തരത്തിലുള്ള മക്കളിൽ നിന്ന്. എന്നിട്ട് ആ മുറിയിലേക്ക് കയറിപ്പോയിട്ട് ആ അച്ഛനെയും വെട്ടിക്കൊന്നു, മാതാപിതാക്കളെ വെട്ടിക്കൊന്നു. എന്നിട്ട് പകതീരാതെ വീടിൻ്റെ പിന്നിൽ സൂക്ഷിച്ച കീടനാശിനി എടുത്തുകൊണ്ടുവന്ന് അമ്മയുടെയും അച്ഛൻ്റെയും മുറിവിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്തിനെ? മരണം ഉറപ്പിക്കാൻ. നമ്മൾ അത്ഭുതപ്പെട്ടു പോവും, എങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ കഴിയുന്നു. നമ്മളും അങ്ങനെ ആവും പ്രിയപ്പെട്ടവരെ. ഹൃദയം കടുത്തു പോയാൽ, ഹൃദയം ഉറച്ചു പോയാൽ ഇതിനേക്കാൾ ഭീകരമായ തെറ്റുകൾ ചെയ്യാൻ നമുക്കൊരു മടിയുണ്ടാവില്ല. ലോകത്ത് കുറേ സീരിയൽ കില്ലേഴ്സ് ഉണ്ട്, മനുഷ്യനെ കൊന്ന് തിന്ന ആളുകളുണ്ട്. അവരും മനുഷ്യരാണ്. പച്ചമാംസവും മജ്ജയും ചുവപ്പ് ചോരയുമുള്ള മനുഷ്യർ, നമ്മെപ്പോലെ തലച്ചോറും ഹൃദയവും കിഡ്നിയുമുള്ള മനുഷ്യർ, നമ്മെപ്പോലെ ഒരു ഉമ്മ പാലൂട്ടിയ, ഒരു ഉപ്പ താരാട്ട് പാടിയ മനുഷ്യരാണ് അവരൊക്കെ. പക്ഷെ അവർക്കൊക്കെ സംഭവിച്ചെന്താ അറിയോ? ഹൃദയം കടുത്തുപോയി എന്നുള്ളതാണ്, ഹൃദയം ഉറച്ചുപോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന അത്രമാത്രം ഗൗരവത്തിലാകുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ തഖ്ശഅ വമിൻ ഐനിൻ ലാ തദ്മഅ. അല്ലാഹുവേ, കടുത്തുപോയ ഒരു ഹൃദയത്തിൽ നിന്നും, കരയാൻ കഴിയാത്ത രണ്ട് കണ്ണുകളിൽ നിന്നും റബ്ബേ എന്നെ നീ കാത്തുരക്ഷിക്കണേ നാഥാ. ഏറ്റവും അനുഗ്രഹമുള്ള മനുഷ്യൻ എന്താ അറിയോ പ്രിയപ്പെട്ടവരെ? അവനുമായി ഒരു ബന്ധമില്ലാത്ത കുടുംബക്കാരോ പരിചയക്കാരോ ആരുമല്ല, ഒരു ബന്ധമില്ല. അത്തരത്തിലുള്ള മനുഷ്യർ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കിടന്ന് പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ ഒരു മനുഷ്യൻ്റെ കണ്ണ് നിറയുന്നത് നിങ്ങൾ കണ്ടാൽ ആ മനുഷ്യനെ നിങ്ങൾ ജീവിതത്തിൽ കൂട്ടുകാരനോ കൂട്ടുകാരിയായി സ്വീകരിച്ചോ. ഒരു മടിയും വേണ്ട നിങ്ങൾക്ക്. കാരണം അത് മനുഷ്യനാണ്, പച്ചയായ മനുഷ്യനാണ്. മനുഷ്യനെന്ന് അക്ഷരം തെറ്റാതെ ഒരാളെ വിളിക്കാൻ പറ്റുമെങ്കിൽ അത് അയാളാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടണം. കടുത്തുപോയ, കരയാനറിയാത്ത, പിടയാനറിയാത്ത, പേടിക്കാനറിയാത്ത, മാറാനറിയാത്ത, അചഞ്ചലമായി നിലനിൽക്കുന്ന, എന്തൊക്കെ വാർത്തകൾ കേട്ടാലും ഒരു കിടുക്കം പോലും ഇല്ലാത്ത അത്തരം മൃഗസമാനമായ ഹൃദയം റബ്ബേ നീ എനിക്ക് നൽകരുതേ എന്ന് അള്ളാഹുവിനോട് കൃത്യമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹൃദയം അതാണ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹൃദയം ഏതാണെന്നറിയോ? ആ ഹൃദയത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് അത് തലകുത്തനെ നിൽക്കുന്ന ഹൃദയമാണെന്നാണ്. ആ ഹൃദയത്തിന്റെ രീതി എന്താണ്? അതിങ്ങനെ തലകുത്തനെയാണ് നിൽക്കുക. അത് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? മുനാഫിക്കുകളെ കുറിച്ചാണ്. മുനാഫിക്ക് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരു സമാധാനം. എന്ത്? നമ്മൾ മുനാഫിക്കല്ലല്ലോ അല്ലേ? അല്ലല്ലോ, ഞാൻ മുനാഫിക്കല്ലല്ലോ. പിന്നെ ഞാനെന്താണ്? എൻ്റെ ഹൃദയം തലകുത്തിയിട്ടൊന്നും ആയിരിക്കൂല നേർക്കുനേരെ. നമുക്ക് ഭയങ്കര ധൈര്യമാണ്. ഞാൻ മുനാഫിക്കല്ല എന്ന് 100% ഉറപ്പുള്ള എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ പറയപ്പെട്ടത്? ഞാൻ മുനാഫിക്കല്ല, എൻ്റെ മനസ്സിൽ നിഫാഖില്ല എന്ന്. അപ്പം നിങ്ങളൊക്കെ മുനാഫിക്കളാ? പിന്നെ ആരെന്താ കൈവക്കാത്ത? നമുക്കങ്ങനെ കൈവക്കാൻ കഴിയില്ല. കാരണം നിഫാഖ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ഏത് നിമിഷവും കടന്നു വരുന്ന മഹാവ്യാധിയാണ്. അശ്റത്തുൽ മുബശ്ശിരീനിൽപ്പെട്ട സഹാബികളുടെ പേരുകൾ നിങ്ങൾക്കറിയോ? അതിൽ രണ്ടാമത്തെ ആളാണ് ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അശ്റത്തുൽ മുബശ്ശിരീൻ എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ മുന്നേ സ്വർഗത്തിലേക്ക് പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പ് നൽകിയ മനുഷ്യൻ. ആ 10 പേരുകൾ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഓർമ്മയുള്ള ആളുകളൊക്കെ മാഷാ അല്ലാഹ് ഈ കൂട്ടത്തിലുണ്ട്. എനിക്ക് ഓർമ്മയില്ല 10 പേരുകളും. കുറച്ചൊക്കെ ഇങ്ങനെ പറയാൻ ചിലപ്പോൾ തെറ്റിപ്പോവും, മറന്നുപോകും.
അപ്പോൾ രണ്ടാമത്തെ ആളാണ് എന്തായാലും ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു രഹസ്യ സൂക്ഷിപ്പുകാരനുണ്ട്. ആരത് അറിയോ? ആരാണെന്നറിയോ? ആരാണ്? ഓ, നിങ്ങൾ പറയരുത്, ഉസ്താദ് പറയരുത്. അബൂബക്കർ സിദ്ദീഖ് അല്ലേ? ഹുദൈഫ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രഹസ്യങ്ങളും പറയും. എല്ലാ രഹസ്യങ്ങളും ഹുദൈഫയോട് പറയും. അങ്ങനെ നമുക്ക് ചില ആളുകളെ കൂടുതൽ വിശ്വാസം ഉണ്ടാവുമല്ലോ. നമ്മളുടെ അടുത്ത സുഹൃത്താന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു കാര്യം അയാളോടെല്ലാം പറയാൻ പറ്റൂല. കാരണം അയാൾക്ക് ചിലപ്പോൾ ഈ ലീക്കായി പോണ സ്വഭാവം ഉണ്ടാവും. ചില ആൾക്ക് അങ്ങനെ ഉണ്ട്, രഹസ്യം പറഞ്ഞാൽ പെട്ടെന്ന് ലീക്കായി പോകും. ഇപ്പോൾ ചില ആളുകളൊക്കെ രഹസ്യം പറഞ്ഞാൽ വീട്ടിൽ പോയിട്ട് പെണ്ണുങ്ങളോട് പറയും, ഭാര്യയോട് പറയും, ഇനി നീ ഇതാരോടും പറയരുത് കേട്ടോ, ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ സ്ത്രീകളോട് രഹസ്യം പറഞ്ഞാൽ എന്താ സ്ഥിതി? ആ പിന്നെ പെണ്ണ് ഏറ്റവും അടുത്ത കൂട്ടുകാരിയോട് നീ ഇതാരോടും പറയരുത്, ഒരിക്കലും പറയരുത് കേട്ടോ എന്ന് പറയും. ഇങ്ങനെ രഹസ്യമായ പരസ്യമായിട്ട് അതിങ്ങനെ മൊത്തം സർക്കുലേറ്റ് ചെയ്യും. പക്ഷെ ചില ആളുകളോട് നമ്മൾ അമാനത്തായിട്ടൊരു വിഷയം പറഞ്ഞതുപോലെ ഉണ്ടാവും, അവരൊരാളോട് പറയില്ലത്, ഒരിക്കലും അവിടെ നിന്നാവുന്നത് പുറത്തു പോകില്ല. അങ്ങനെ ഒരാളായിരുന്നു ഹുദൈഫ റളിയല്ലാഹു അൻഹു. ഹുദൈഫക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരൊക്കെയാണ് മുനാഫിഖുകൾ എന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്നിന്നാളൊക്കെ മുനാഫിഖുകളാണ്, ഇന്നിന്നാളൊക്കെ മുനാഫിഖുകളാണെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ട് എണ്ണി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞു കൊടുത്തത്? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാം ഞാൻ നിങ്ങളുടെ കൽബകം. അതാണോ? അല്ല, അള്ളാഹു വഹീ കൊടുത്തതാണ്. റസൂലെ ഇന്നിന്നാൾ മുനാഫിഖാണ്. പക്ഷെ റസൂല് മരണം വരെ അത് വെളിച്ചത്താക്കിയിട്ടില്ല. ഹുദൈഫയും മരണം വരെ വെളിച്ചത്താക്കിയിട്ടില്ല. പക്ഷെ ഹുദൈഫക്ക് മുനാഫിഖുകൾ ആരൊക്കെയെന്ന് കൃത്യമായി അറിയാം എന്ന് സ്വഹാബികൾക്ക് എല്ലാവർക്കും അറിയാം, അധിക ആളുകൾക്കും അറിയാം. അതുകൊണ്ട് നമ്മുടെ അശ്റത്തുൽ മുബശ്ശിരീനിൽപ്പെട്ട രണ്ടാമത്തെ സഹാബി ഖലീഫ ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അതിനുശേഷം ഇസ്ലാമിന്റെ പ്രധാന യുദ്ധങ്ങളിലെല്ലാം പങ്കെടുത്ത് തന്റെ നിസ്തുലമായ സേവനം ഇസ്ലാമിന് നൽകിയ ആ മഹാമനീഷി സ്വർഗത്തിൽ അള്ളാന്റെ റസൂൽ ഉമറിന്റെ കൊട്ടാരം വരെ കണ്ടിട്ടുണ്ട്. ആ ഉമർ ഇടക്ക് ഹുദൈഫന്റെ അടുത്ത് വരും. എന്നിട്ട് ആകെ വിഷമിച്ച് പ്രയാസപ്പെട്ട് ടെൻഷൻ അടിച്ച് ഹുദൈഫയോട് ചോദിക്കും, ഹുദൈഫ, ആ പട്ടികയിൽ എൻ്റെ പേരുണ്ടോ? ആ പട്ടികയിൽ എൻ്റെ പേരുണ്ടോ? ഹുദൈഫ റളിയല്ലാഹു സമാധാനിപ്പിക്കും, ഇല്ല ഉമർ, ഇല്ല, അങ്ങയുടെ പേര് ആ പട്ടികയിൽ, അങ്ങ് തിരിച്ചു പോയിക്കോ. കുറച്ചു ദിവസം കഴിഞ്ഞാൽ പിന്നെയും വരും. അദ്ദേഹം ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഉമറിനൊരു സമാധാനമില്ല. ഉമർ മുനാഫിഖാണോ? ഉമറിനില്ലാത്ത സമാധാനാണ് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പല ആളുകൾക്കും. ഞാനെങ്ങനെ മുനാഫിഖാകാം? ഞാൻ ഇസ്ലാഹി സെന്ററിലെ സജീവ പ്രവർത്തകനല്ലേ, എനിക്കെങ്ങനെ നിഫാഖ് വരിക? പ്രിയപ്പെട്ടവരെ, എത്രയൊക്കെ പ്രവർത്തിച്ചാലും എത്രയൊക്കെ പരിശ്രമിച്ചാലും ആ നിഫാഖ് എന്ന മഹാമാരി ഏത് നിമിഷവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അള്ളാഹുവിനോട് നാം കാവലിനെ തേടുക. മുനാഫിഖുകളെ കാത്തിരിക്കുന്നത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനൻ നാർ വലൻ തജിദ ലഹും നസീറാ. നിശ്ചയം മുനാഫിഖുകളുടെ സ്ഥാനം എന്ന് പറയുന്നത് നരകത്തിന്റെ അടിത്തട്ടാണ്. നരകത്തിൽ ഏറ്റവും ഭയാനകമായ ശിക്ഷയുള്ള സ്ഥലമാണ് മുനാഫിഖുകളുടെ കേവല താവളം എന്ന് പറയുന്നത്. അവർക്കൊരു സഹായിയെയും അവർ കണ്ടെത്തുന്നതല്ല. ആ മുനാഫിഖുകളുടെ ഹൃദയത്തെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഹൃദയം എങ്ങനെയാണ്? ഇങ്ങനെ തല കുത്തി നിൽക്കുന്ന ഹൃദയമാണ്. 3 ഹൃദയം കഴിഞ്ഞു, ആശ്വാസായി. ഇനി 4ാമത് ഒരു ഹൃദയം കൂടിയേ ബാക്കിയുള്ളൂ. ആ കാറ്റഗറിയും കൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ആ കാറ്റഗറി ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് കനം കുറഞ്ഞ ഹൃദയങ്ങളാണ്. കനം കുറഞ്ഞ ഹൃദയമാണ്. നമ്മുടെ ഈ കൂട്ടത്തിലിരിക്കുന്ന എനിക്ക് തോന്നുന്ന ഒരു 80%-90% ആളുകളും ഈ ഹൃദയമുള്ള ആളുകളായിരിക്കും, കനം കുറഞ്ഞ ഹൃദയമുള്ള ആളുകളായിരിക്കും. ഈ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഈ ഹൃദയത്തിൽ ഒരു ഭാഗത്ത് നിഫാഖും ഉണ്ട്, ഒരു ഭാഗത്ത് വിശ്വാസമുണ്ട്, രണ്ടും ഉണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുതരാണ്, നിഫാഖ് ഏതുപോലെയാണ്? ശരീരത്തിൽ ബാധിച്ച ഒരു വ്രണം പോലെയാണ്, ഒരു മുറിവ് പോലെയാണ്. ആ മുറിവിനെ കൃത്യമായി ചികിത്സിച്ചാൽ, മരുന്ന് പുരട്ടിയാൽ ആ മുറിവ് ഉണങ്ങി കരിഞ്ഞു പോകും.
അതിനെ കൃത്യമായി ചികിത്സിക്കാതെ മരുന്ന് പുരട്ടാതിരുന്നാൽ ആ മുറിവ് വലുതായി പുണ്ണായി ചലമായി ചോരയായി പുഴുവായി ദുർഗന്ധമായി ആളുകൾക്കടുത്ത് നിൽക്കാൻ കഴിയാത്ത കോലത്തിൽ ശരീരം മുഴുവൻ അത് വ്യാപിക്കുന്നത് പോലെ നിഫാഖ് ഒരു പുണ്ണായി വ്രണമായി ചലമായി ചോരയായി നമ്മുടെ ഹൃദയത്തെ മുഴുവൻ നിഫാഖ് കീഴടക്കും. ആ ഹൃദയത്തിലുള്ള ചെടി ഏതുപോലെയാണ്? ഈമാൻ ഏതുപോലെയാണ്? ഒരു ചെടി പോലെയാണ്. ആ ചെടിക്ക് കൃത്യമായി വെള്ളം ഒഴിച്ചു കൊടുത്താൽ, കൃത്യമായ സൂര്യപ്രകാശം ആ ചെടിക്ക് കിട്ടിക്കൊണ്ടിരുന്നാൽ അതിങ്ങനെ വളരും. അത് വളർന്ന് വളർന്ന് സുന്ദരമായി വലിയ വൃക്ഷമായി മാറി അതിൻ്റെ കൈക്കനികളിൽ ആ ഹൃദയത്തിൻ്റെ ഉടമസ്ഥനും അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ആളുകൾക്കും അനുഭവിക്കാൻ കഴിയും. ഇപ്പൊ ഈ പുണ്ണിന്റെ ചികിത്സ എന്താണ്? ഈ ചെടിയുടെ വെള്ളവും വളവും എന്താണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ ചെടിക്ക് ഏറ്റവും കൂടുതൽ വെള്ളവും വളവും കൊടുക്കാൻ കഴിയുന്ന പ്രത്യേകമായ ഒരു ഘട്ടത്തിലാണ് അൽഹംദുലില്ലാഹ് ഇപ്പൊ ഞാൻ നിങ്ങളുള്ളത്. റമദാൻ മാസാണ്. എന്താണ് ഈ ചെടിയുടെ വെള്ളവും വളവും? നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതാണ്. ഞാൻ സംസാരിച്ചുകൊണ്ടും നിങ്ങൾ കേട്ടുകൊണ്ടും നമ്മുടെ ഹൃദയത്തിലെ ഈമാനാകുന്ന ചെറിയ ചെടിക്ക് നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ്, അതിന് വളമിട്ട് കൊടുക്കുകയാണ്. അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. പല ആളുകളുടെയും ഈമാൻ റമദാൻ കഴിയുമ്പോഴേക്ക് അതിങ്ങനെ പടർന്ന് പന്തലിച്ച് വലിയ വൃക്ഷമായി മാറും. പെരുന്നാളിൻ്റെ തലേന്ന് കോടാലി എടുത്തിട്ട് ഒറ്റ വെട്ട് അതിൻ്റെ വേരിനോട് വെട്ടുകയും ചെയ്യും. പല ആളുകളുടെയും മുറിവ് റമദാൻ കഴിയുമ്പോഴേക്ക് ഉണങ്ങിക്കരിഞ്ഞ് നല്ല സുന്ദരമായിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ കത്തിയെടുത്ത് ഒറ്റ വര അങ്ങോട്ട് വരക്കും റമദാൻ കഴിഞ്ഞാൽ. അതുണ്ടാവരുത് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഹൃദയം ഇപ്പോൾ ആ മുറിവിൽ നിന്ന് മുക്തമായി ഈമാനിൻ്റെ ആ ചെടി ഇങ്ങനെ വളർച്ച പ്രാപിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതങ്ങനെ വളരട്ടെ. അത് വളർന്നു 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 വലുതായി ആ വൃക്ഷത്തിന്റെ തണലിൽ നമ്മുടെ ഹൃദയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ഒന്നാമത്തെ ഹൃദയത്തിന്റെ കാറ്റഗറിയിലേക്ക് മാറും. പരിശുദ്ധമായ, പരിഭാവനമായ, അഹങ്കാരമില്ലാത്ത, അസൂയയില്ലാത്ത, സ്പർദ്ധയില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, അള്ളാഹുവിൽ കീഴൊതുങ്ങുന്ന, പശ്ചാത്തപിക്കുന്ന, സ്വർഗത്തെ ആഗ്രഹിക്കുന്ന, നരകത്തെ ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സുന്ദരമായ ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഹൃദയം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരവസ്ഥയിലേക്ക് ഹൃദയം മാറ്റപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞ ഒരു സംഗതി കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നീ നിന്റെ ഹൃദയത്തെ നന്നാക്കുക. നീ നന്നാവുക അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട്. നീ നന്നാവുക. ഇനി അള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ട് നിനക്ക് നന്നാവാൻ പറ്റുന്നില്ലേ? സ്വർഗം ആഗ്രഹിച്ചിട്ട് നീ നന്നാവുക. സ്വർഗം ആഗ്രഹിച്ചിട്ട് നീ നന്നാവണില്ലേ? നരകം ഭയന്നിട്ട് നീ നന്നാവുക. നരകം ഭയന്നിട്ടും നീ നന്നാവുന്നില്ലേ? നീ അറിയുക, നീ നരകത്തിന് വേണ്ടി പടക്കപ്പെട്ടവനോ പടക്കപ്പെട്ടവളോ ആണ്. നിനക്ക് നന്നാവാൻ കഴിയൂല. അദ്ദേഹം പറഞ്ഞതാണത്. അതുകൊണ്ട് ആ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉൾപ്പെടരുത്. ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹറമിലോ അല്ലെങ്കിൽ സൗദി അറേബ്യയിലേക്കുള്ള കാര്യങ്ങളെ ചില ആയത്തുകൾ വരുമ്പോൾ അവർ കരയും. ഓരോ കാര്യവും കരയുക വ്യത്യസ്തമായ ആയത്തുകൾ. ചില കാര്യങ്ങൾ കരയുക അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോഴാണ്. ചില കാര്യങ്ങൾ കരയുക സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ വിശദീകരിക്കുമ്പോഴാണ്. ചില കാര്യങ്ങൾ കരയുക നരകത്തിൻ്റെ ഭയാനകതകൾ വിശദീകരിക്കുമ്പോഴാണ്. ഇങ്ങനെയാണ് മുഅ്മിനീങ്ങളുടെ ഈമാൻ പല രംഗങ്ങളിലാണ് കൂടിയും കുറയും ചെയ്യുക. ഇതൊന്നും ഇല്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, അവൻ്റെ ഹൃദയം മരുഭൂമിയാണ്, അവൻ്റെ ആത്മാവ് മരുഭൂമിയാണ്. ആ ആത്മാവ് ഒരിക്കലും സംസ്കരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആ ഹൃദയത്തിൽ ഈമാനിനെ വളർത്താൻ, പരിശുദ്ധിയെ വളർത്താൻ ശ്രമിക്കുക. അതിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്താണ്? നമ്മുടെ ഹൃദയം പരിശുദ്ധമായി, നമ്മുടെ ഹൃദയം നന്നായി എന്ന് ആദ്യമായി പ്രതിഫലിക്കുക എവിടെ എന്നറിയോ? നമ്മുടെ മുഖത്തായിരിക്കും. ചിരിക്കാൻ നമുക്കൊരു മടി ഉണ്ടാവില്ല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ സലാം നല്ല രീതിയിൽ മടക്കാൻ നമുക്കൊരു മടി ഉണ്ടാവില്ല. ചില ആളുകളോട് ചിരിച്ചാൽ ഒട്ടകത്തിനോട് ചിരിച്ച പോലെയാണ്, അല്ലെങ്കിൽ ആടിനോട് ഒരു റെസ്പോൺസ് ഉണ്ടാവില്ല. നമുക്ക് പിന്നീട് അങ്ങോട്ട് ചിരിക്കാൻ തോന്നില്ല. ചില ആളോട് സലാം പറഞ്ഞാൽ അതും വല്ലാത്തൊരു ഇസ്ലാം. പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കി നല്ല മനസ്സിൻ്റെ, നല്ല ഹൃദയത്തിൻ്റെ ഉടമകളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആത്മസംസ്കരണത്തിൻ്റെ ഉത്തുംഗതയിലേക്ക്, അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.